പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുകയും, ഞാൻ ഒരു ആത്മീയ ഗുരുവോ അല്ല എങ്കിൽ ഏതെങ്കിലും ആത്മീയ സംഘടനയുടെ വക്താവോ അല്ല. ഞാൻ ആരെന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തുള്ളൂ. നിങ്ങൾക്കാർക്കും അത് മനസ്സിലാകത്തില്ല, നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കത്തുമില്ല. എന്നാൽ ഞാൻ എന്നും പറയുന്നതും ആത്മീയവും ലൗകികവുമായ കാര്യത്തെക്കുറിച്ചാണ്. അതായത് ഇന്ന് അനേകം ക്രിസ്തീയ സഭകളുണ്ട്. അവരെല്ലാം വളർന്ന് പന്തലിച്ചു വരട്ടെ. ക്രിസ്തുവിനെ ഇനിയും ക്രൂശിക്കാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുവീൻ. എന്നാലും നിങ്ങൾ സക്സസ്ഫുൾ ആകത്തില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. സഹോദരങ്ങളെ, ഓർത്തോ സഭ വലിയ ഒരു സഭയാണ്. സത്യസന്ധമായിട്ട് സഭയെ നയിക്കുന്ന കൊലപാതക കേസിലെ പ്രതിയാണ് ബാവ എന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് പോകട്ടെ. എന്നാൽ ഞാൻ ഈ സഭകളിലെ പ്രാർത്ഥനാ യോഗങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് പുത്തങ്കാവിടവകയിൽ ഒരുപാട് പ്രാർത്ഥനാ യോഗങ്ങളുണ്ട്. 15-ൽ കൂടുതൽ എന്നാണ്. അത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കൂടെ എല്ലാം ഒരുമിച്ച് കൂട്ടിയതാണോ എന്ന് എനിക്കറിയാം. ഏതായാലും പ്രാർത്ഥനാ യോഗങ്ങൾ ധാരാളമുണ്ട്. ഞാനൊരു കാലത്ത് എൻ്റെ ചെറുപ്പം മുതൽ, അതായത് നിങ്ങൾക്കറിയത്തെങ്കിൽ ഇന്നത്തെ തോന്നിവാസൻ സഭയെ നയിക്കുന്ന തന്തയ്ക്ക് പറക്കാത്തവർ അറിയാനായിട്ട്, എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ പ്രായമുള്ളവരുടെ പ്രാർത്ഥനയോഗത്തിൽ സംബന്ധിച്ച് അവിടുന്ന് ബൈബിൾ പ്രസൻറ്റേഷൻ മേടിച്ച വ്യക്തിയാണ്. ഇന്നത്തെ ഈ കള്ളത്തായോടികൾ സഭ ക്രിസ്തീയൻ അല്ലെങ്കിൽ ആത്മാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞ് കട്ടും മോട്ടിച്ചും വിജയം സമ്പാദിച്ച് ഇന്ന് സഭയുടെ തലപ്പത്തും സഭയുടെ പുറകെയും നടക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നീ ഒന്നും എന്നെ അറിഞ്ഞിട്ടില്ല. ഞാൻ പറയാം. ഇന്ന് ഓട്ടുസഭയിലെ പ്രാർത്ഥനാ യോഗങ്ങൾ നടക്കുന്ന എന്താണ് തൊട്ട് ഞാൻ പറയാം. പ്രാർത്ഥന യോഗത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വീട്ടിൽ കൂട്ടം കൂടിയിട്ട് അവിടെ ഇരുന്ന് ചെന്ന് കൂടിക്കഴിഞ്ഞാൽ പ്രാർത്ഥന പാട്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ട് സഭ പറയുന്ന വേദഭാഗങ്ങൾ വായിക്കുക. 2 വേദഭാഗങ്ങൾ വായിക്കും. അത് കഴിഞ്ഞിട്ട് സങ്കീർത്തനങ്ങളിലെ ഒരു അധ്യായം വായിക്കും. അത് പ്രസിഡൻറ്റോ ആരെങ്കിലും വായിച്ചു കൊടുക്കും. അവിടെ കൂടിയിരിക്കുന്നവർ ഏറ്റുചൊല്ലും. ഇതാണ് ശരിയായിട്ടുള്ള കാര്യം നടക്കുന്നത്. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പ്രാർത്ഥന യോഗത്തിൽ 2 വേദഭാഗങ്ങൾ വായിക്കുന്നുണ്ട്. അത് വായിച്ചത് കൊണ്ട് എന്തോ പ്രയോജനം? എന്തെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ആരെങ്കിലും ആ പ്രാർത്ഥന യോഗത്തിലെ ആരെങ്കിലും ആ വേദഭാഗത്തെ കുറിച്ച് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു തരുന്നുണ്ടോ? ഇല്ല. എല്ലാവരും പൊട്ടക്കിണറിലെ തവളകൾ. നിങ്ങൾ ഈ ചുറ്റുപാട്, നിങ്ങൾ കട്ടും മൂട്ടിച്ചും ജീവിക്കുന്ന ഈ ചുറ്റുപാടെ നിങ്ങൾ അറിയത്തുള്ളൂ. എന്നിട്ട് പ്രാർത്ഥനയും കൂടുന്നു. എന്ത് പ്രയോജനം? എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആ വേദഭാഗം വായിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയോ? ഇല്ല. നിങ്ങൾ മനസ്സിലാക്കുകയല്ല, നിങ്ങളെ മനസ്സിലാക്കി തരാൻ ആരും മുന്നോട്ട് ആത്മീയ നേതാക്കൾ വരത്തില്ല. കാരണം
ഒരു മനുഷ്യനും ശരിയായി ബൈബിൾ പഠിച്ചാൽ ഈ ഈ ആത്മീയവാസികൾ പുരോഹിതവർഗത്തിൻ്റെ പുറകത്ത് പോകത്തില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ഒന്നും പറഞ്ഞു തരുത്ത പക്ഷെങ്കിൽ വിശ്വാസികളും അതുതന്നെ പൊട്ടക്കളറിലെ തവളകളാണ്. ആ എന്നെ ചുറ്റുപാടുള്ളത് മാത്രമാണ് ഈ ലോകമെന്ന് ചിന്തിക്കുന്നവരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ലോകം വിശ്വാസികളെ നിങ്ങളിങ്ങനെ പോയാൽ നിങ്ങൾ ആ പൊട്ടക്കിണറിൽ ഇരുന്ന് തന്നെ അന്ത്യശ്വാസം പഠിക്കും. നിങ്ങളുടെ പ്രാർത്ഥന യോഗമെന്നല്ല എന്തു കൂടിയാലും നിങ്ങളുടെ ഹൃദയം ശുദ്ധമല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും എങ്ങും എത്തത്തില്ല. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആരെയും പേരെടുക്കുന്നില്ല. കാരണം പേരെടുത്താൽ ഇന്ന് തന്നെ ഞാൻ ഓരോന്ന് സത്യം വിളിച്ചു പറയുമ്പോൾ ശത്രുക്കൾ ധാരാളമാണ്. എനിക്ക് യുദ്ധം ചെയ്യാൻ പോകാൻ സമയമില്ല. യുദ്ധമല്ല, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാക്ക് സ്വീകരിച്ചാൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ഈ പ്രാർത്ഥനയോട്ട് വരുന്ന നിങ്ങളെ തന്നെ ഒന്ന് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യുവിൻ. ഞാൻ എന്തായിരുന്നു, ഇന്നെന്താണ്, അതെങ്ങനെയായി എന്നുള്ളത് ഞാൻ കൊണ്ട് പറയുന്നില്ല. പുത്തയ്യാവ് ഇടവകയിൽ പ്രാർത്ഥന യോഗങ്ങൾ പ്രസംഗിക്കാൻ നല്ല നല്ലതായ പ്രാസംഗികർ, ബൈബിളിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഏത് പട്ടിയാ ഉള്ളത്? എല്ലാവനും അവനവൻ്റെ കാര്യം, അവനവൻ്റെ സ്ഥാനമാനങ്ങൾ സ്ഥിരപ്പെടുത്താനായിട്ട് കൂടി നടക്കുന്നു. ഏതവനെങ്കിലും ബൈബിളിൻ്റെ ഒരു വാക്യമെടുത്തുനിന്ന് ശരിയായിട്ട് വ്യാഖ്യാനിക്ക്. എല്ലാവരും ഒരു വേദഭാഗം എടുത്തേച്ച് ബാക്കി അവനവൻ്റെ കാര്യം തന്നെ വിശദീകരിക്കുന്നു. അല്ലാതെ ഒന്നും പറയുന്നില്ല. ഞാൻ ഇന്നും ഞാൻ ചലഞ്ച് ചെയ്യുന്നു. പുത്തയ്യാവ് ഇടവകയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രാർത്ഥന യോഗത്തിൽ പ്രസംഗിക്കാൻ പോകുന്നവൻ സത്യസന്ധമായിട്ട് ഏതെങ്കിലും വേദഭാഗം എടുത്തിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവൻ ഉണ്ടെങ്കിൽ എന്നോട് പറയുക. ഞാൻ നിങ്ങളോട് ചോദിക്കാം ഓരോ കാര്യങ്ങൾ. നിങ്ങൾ സഭകളിൽ അന്ധവിശ്വാസവും അനാചാരങ്ങളും കൊണ്ടു നടക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങളൊന്നും മനസ്സിലാക്കുകയും ഈ ലോകവും ഇതിൻ്റെ മോഹങ്ങളും എന്നത് കള്ളവിശ്വാസത്തിലല്ല. നിങ്ങൾ ഏത് ചെയ്താലും ആത്മാർത്ഥതയോടുകൂടി വിശ്വാസി ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ പിരിക്കാനും ഇതിനും സഭയ്ക്ക് വേണ്ടി കള്ളപ്പണം ഉണ്ടാക്കാനും നിങ്ങൾ കൂടെ പോകും. എന്നാൽ ചിന്തിക്കുക, ദൈവം പറഞ്ഞതെന്തുമാണ്? എനിക്ക് എൻ്റെ ഭണ്ഡാരത്തിൽ കട്ടതും മോട്ടിച്ചതും അല്ല വേണ്ടത്, നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഒരു വീതം എനിക്ക് തരിക. അതെന്താണ്? അതാണ് നിങ്ങളോട് പറഞ്ഞ വിയർപ്പോടുകൂടി നിങ്ങളുടെ അപ്പം ഭക്ഷിക്കുകയെന്ന്. നിങ്ങൾ അധ്വാനിച്ചിട്ട് നിങ്ങൾ എനിക്ക് തരുന്ന ഒരു വീതമാണ് എനിക്ക് സ്വീകാര്യം. അല്ലാതെ കട്ടും മൂട്ടിച്ചും കൊണ്ട് വാരിക്കോരി ഇട്ടതുകൊണ്ട് കാര്യമില്ല. അതിനെക്കുറിച്ചാണ് ദൈവം പറഞ്ഞത്. ജെറുസലേം ദേവാലയത്തിൽ ഭണ്ഡാരത്തിൽ നേർച്ചയിട്ടവരുടെ കൂട്ടത്തിൽ ആ ഒരു സ്ത്രീ ഇട്ട 2 ചുട്ടിനെ ദൈവം ന്യായീകരിച്ച. അതായത് നിങ്ങളെല്ലാവരും
നിങ്ങളുടെ അധിക സമൃദ്ധിയിൽ നിന്ന് ഒരു വീതം മാത്രമേ തന്നുള്ളൂ. എന്നാൽ ആ സ്ത്രീയോ തൻ്റെ ഉള്ളതെല്ലാം ആ ഭണ്ഡാരത്തിൽ, ആ 2 ചില്ലിക്കാശ് ആ ഭണ്ഡാരത്തിലിട്ടു. ഞാൻ കൂടുതൽ പറയുന്നില്ല സഹോദരങ്ങളെ. എൻ്റെ കയ്യിൽ ഒരു സ്ഥാനം കിട്ടിയാൽ എനിക്ക് തോന്നിയ പോലെ ചെയ്യാമെന്ന് നിങ്ങൾ ആരും ചിന്തിച്ചതുകൊണ്ട് കാര്യമില്ല. അതൊരിക്കലും നിങ്ങൾ സ്ഥാനമാനങ്ങൾ വഹിക്കാൻ മുന്നോട്ട് വരുന്നവരും വഹിച്ചവരുമായവരോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ സക്സസ്ഫുൾ ആകത്തില്ല. ഈ ജീവിതം ലൗകികവും ആത്മീയവും ചേർന്നാണെങ്കിലും ആത്മീയം എന്നുള്ളതിന് പ്രധാന പ്രാധാന്യം കൊടുക്കണം. ആത്മീയം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രവർത്തനമാണ്, അല്ലാതെ ബാക്കി ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഏത് ഓർത്തസഭയിലെ ഏത് പുരോഹിതനോ ഭക്താനോ അല്ലെ അൽമായനോ പറയാൻ വരാമെങ്കിൽ വരിക, ഞാൻ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വരാം. നിങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന് വിപരീതമാണ്. നിങ്ങൾ വിഗ്രഹാരാധനയും അന്ധവിശ്വാസവും കൊണ്ടു നടക്കുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു പുരോഹിതവർഗം. നിങ്ങൾ വിശ്വാസികൾ അതിന് കൂട്ടു നിൽക്കുന്നു. നിങ്ങൾ അനുഭവിക്കും ഒരു ദിവസം